ഗുജറാത്ത് വംശഹത്യയുടെ റഫറൻസ് ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ എമ്പുരാൻ സിനിമയെയും സംവിധായകനെയും സംഘപരിവാർ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ സിനിമയ്ക്ക് കത്രിക വെക്കുമ്പോൾ ആ ആക്രമണത്തെ നേർക്കുനേർ നിന്ന് ചോദ്യം ചെയ്യുകയാണ് മല്ലിക സുകുമാരൻ. പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്നും പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലായിടത്തും പല ഇതും വരുന്നുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. പൃഥ്വിരാജ് പിന്തുണച്ചവരെ ചതിച്ചെന്ന്. പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത്? ആകെ പിന്തുണച്ചത് ഈ പടമെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ? പൃഥ്വിരാജിന് എവിടുന്ന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട, കാശും വേണ്ട, അങ്ങനത്തെ ഒരു മോഹനല്ല. അങ്ങനല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുൻപ് അങ്ങനെ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല മല്ലിക സുകുമാരൻ. പക്ഷേ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൃഥ്വിരാജിന് നേരെയുള്ള കനത്ത സൈബർ ആക്രമണത്തിന് മറുപടിയായാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരിക്കുന്നത്. എമ്പുരാൻ സിനിമ മോഹൻലാൽ കണ്ടിരുന്നില്ലെന്നും പൃഥ്വിരാജ് ചതിച്ചതാണെന്നും കള്ളം പ്രചരിപ്പിച്ച മേജർ രവിയെ തുറന്നു കാട്ടിയാണ് മല്ലിക സുകുമാരൻ ആദ്യം രംഗത്തെത്തിയത്. മേജർ രവി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൻ എന്ത് പിഴച്ചു? വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന് 2 ആൺമക്കളെയും വളർത്തിയെടുക്കാൻ മല്ലിക സുകുമാരൻ എന്ന അമ്മ പകരം കൊടുത്തത് സ്വന്തം ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെപ്പറ്റി പറയുന്ന സമയത്ത് ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും ഉണ്ടാകുന്ന ചാരിതാർത്ഥ്യവും അഭിമാനവും വളരെ വ്യക്തമായി അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പലതരം സംഘടനകൾ ഉണ്ടായിട്ടും എൻ്റെ മോനൊരു പ്രശ്നമുണ്ടായ സമയത്ത് ആരും അവന് വേണ്ടി സംസാരിച്ചില്ലെന്നും പക്ഷേ എൻ്റെ മകന് വേണ്ടി എനിക്ക് സംസാരിച്ചല്ലേ പറ്റൂ എന്നും അവർ പറയുന്നുണ്ട്. പൃഥ്വിരാജിനെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്ന RSSനെ കണക്കിന് വിമർശിച്ചാണ് മല്ലിക നിലപാട് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോ RSS വീണ്ടും ഒരു ലേഖനം ദേശീയ തലത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന പൃഥ്വിരാജിനെതിരെ. അവർക്ക് പൃഥ്വിരാജിന്റെ ജാതകം ഒന്നും അറിയത്തില്ലല്ലോ, ഇവിടുന്ന് പോകുന്ന ഡീറ്റെയിൽസ് അല്ലേ ഇതെല്ലാം. അത് ഇപ്പൊ അതൊക്കെ ദേശീയ തലത്തിലെന്നല്ല അന്തർദേശീയ തലത്തിലും ഒക്കെ വന്നെന്നിരിക്കും. അതിന്റെയൊക്കെ പിന്നിൽ ആത്മാർത്ഥമായ ശ്രമം ഇവിടെയുള്ള അവരുടെ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ അതൊക്കെ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എങ്കിൽ നാളെ ഇവർക്ക് തിരുത്തേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് എവിടെങ്കിലും പോയി പറഞ്ഞായിട്ടൊരു തെളിവ് നിങ്ങളൊന്ന് അന്വേഷിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച അതേ മല്ലികയാണ് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്നത്. ഇവിടെയാണ് തങ്ങളുടെ കൂടെ നിന്നവരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാടിതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മൗനത്തിലാണ്ടുപോയ സിനിമാ ലോകത്തോട്, സാംസ്കാരിക ലോകത്തോട്, മാധ്യമങ്ങളോട്, രാഷ്ട്രീയ നേതൃത്വത്തോട് മല്ലിക സുകുമാരൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് ഫാസിസത്തോട് എന്തു വന്നാലും സന്ധി ചെയ്യരുതെന്നാണ്. കലയിൽ മായം ചേർക്കരുതെന്നാണ്. സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കരുതെന്നാണ്.